തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മതസാമുദായിക സംഘടനകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സമസ്തയുടെ 100ാം വാർഷികം നടന്നത്. അവിടെ നിരവധിയായ ആവശ്യങ്ങളായിരുന്നു സമസ്ത മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മലപ്പുറം വിഭജനം പോലെയുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. പെരുന്നാൾ ദിവസങ്ങളിൽ അവധി ദിവസം 3 ആക്കണം, പരീക്ഷകൾ വെള്ളിയാഴ്ച ഒഴിവാക്കണം എന്നതുപോലെയുള്ള ആവശ്യങ്ങൾ. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിലെ വ്യത്യസ്തമായ സഭകൾക്ക് നിലപാടുകളുണ്ട്. അവർ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ആയിരുന്നു. അതിലൊന്ന് ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട്, അത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എതിരെ ലത്തീൻ സഭ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ലത്തീൻ സഭ നൽകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് അത് എന്നതാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. ജസ്റ്റിസ് JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സഭ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയോ എന്ന ചോദ്യം തന്നെയാണ് സഭ ഉന്നയിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ടിലെ പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കി എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും അത് എന്തൊക്കെയാണ് എന്ന് സഭയ്ക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ ആ സമുദായത്തിന് തന്നെ അറിയില്ല എന്ന് പറയുന്നു. അതായത് സർക്കാർ നടപടികളിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു വ്യക്തത വരുന്നില്ല എങ്കിൽ കൃത്യമായും അത് പ്രതിഫലിക്കും എന്നുകൂടിയാണ് ലത്തീൻ സഭ നൽകുന്ന പ്രതികരണം. വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ ആണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോളുമായി സംസാരിച്ചത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുവാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സഭയ്ക്ക്, പ്രത്യേകിച്ച് സമുദായത്തിന്, ലത്തീൻ സമുദായത്തിന് രാഷ്ട്രീയ പാർട്ടികളോടക്കം എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടോ? സഭാപ്രതിനിധികൾ പരിഗണിക്കപ്പെടണം, അങ്ങനെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും? നമ്മളെ സംബന്ധിച്ചിടത്തോളം KRLCCയുടെ രാഷ്ട്രീയ നയമാണ് നമ്മുടെ 12 ലാറ്റിൻ ഡയസിന്റെയും നയം എന്ന് പറയുന്നത്. ഞാൻ വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനാണ്. ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ സമദൂരം എന്നുള്ളതിന് മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നിലവിലുള്ള ഭരിക്കുന്ന പാർട്ടിയോടല്ലേ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. ഭരണത്തിലില്ലാത്ത പാർട്ടിയോട് ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ സമുദായം ഒന്നടങ്കം ചോദിക്കുന്നത്, സമുദായത്തിലെ സംഘടനകൾ ഉൾപ്പെടെ ചോദിക്കുന്നത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. അത് ക്രൈസ്തവ സമൂഹത്തിന്റെ വിഷയങ്ങൾ പഠിച്ച ഒരു കമ്മീഷനാണ്. ആ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ എന്താണെന്നൊന്ന് പുറത്തു വിടുന്നതിന് എന്താണ് ഇത്ര വിഷമം എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. നമ്മളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ഇത്ര ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണോ നടപ്പാക്കേണ്ടത് അവരറിയാതെ നടപ്പാക്കി എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ തന്നെയാണ്. ഒരു ശാസ്ത്രീയമായൊരു പഠനം നടത്തിയിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതെന്താണെന്ന് പുറത്തു വിടാനോ അതനുസരിച്ച് ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുക, അത് പറയണം. സുതാര്യത മറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സുതാര്യത ഏത് വിഷയത്തിലും. അപ്പോൾ ഈ ഒരു വിഷയത്തിലും സുതാര്യതയും അതനുസരിച്ചുള്ള ഫോളോ അപ്പും ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ സമുദായത്തിനൊരു അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ്. അസംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നത് ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് ഇപ്പൊ 500 ചില്ലാനൊക്കെ ഇത് നടപ്പിലാക്കിയെന്ന് പറയും. ഈ 500 ചില്ലാനം കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്കത് നടപ്പിലാക്കിയോ ഇല്ലയോ. ഇതിപ്പോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എവിടെയൊക്കെ നടപ്പിലാക്കിയെന്ന് പറയുന്നു. അതെന്താണ് ഗവൺമെന്റ് പറയാൻ ഇത്ര ബുദ്ധിമുട്ടെന്നൊരു നമ്മൾക്കൊരു ആലോചനയുണ്ട്. ഒരു 10 വർഷത്തേക്ക് ഭരണം വരുമ്പോഴേക്ക് ഏത് രീതിയിലാണ് കാണുന്നത്? സർക്കാരിനെ ഒരു വിലയിരുത്തുകയാണെങ്കിൽ സഭ എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ ഒരു ഒറ്റയടിക്ക് എല്ലാം കൂടി വിലയിരുത്താൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. ഒത്തിരി നന്മകൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഈ പറഞ്ഞ ചില മേഖലകളിലൊക്കെ ഉണ്ടായ, നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്താണ് സത്യമെന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തതയില്ല. പക്ഷെ എങ്കിൽ തന്നെയും പൊതുസമൂഹം ഈ പറഞ്ഞ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ പലരുമൊക്കെ ഈ വർഷം നീണ്ടുപോയതുകൊണ്ട് അതിൻ്റെതായ ചില പുഴുക്കുത്തുകളെന്നൊക്കെ അവർ ഉപയോഗിക്കുന്ന ഭാഷയോ അല്ലെ കറപ്ഷൻ എന്ന രീതിയിലോ ഒക്കെ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് വ്യക്തതയില്ല.
പക്ഷെ അതൊക്കെ ഈ സമൂഹത്തെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സുതാര്യമായ തലത്തിലേക്ക് അത് വന്നെങ്കിൽ മാത്രമേ ശരിയേത് തെറ്റേത് എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ സഭാ വിശ്വാസികൾ അല്ലെങ്കിൽ സമുദായത്തെ എല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധ്യമുണ്ടോ? വലിയ വിജയങ്ങൾ നേടിയെന്ന് അവകാശപ്പെടുമ്പോൾ റീസണബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരുവിധം നല്ല രീതിയിൽ അവർ പരിഗണിച്ചു എന്ന് തന്നെയാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങളുടെ വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാൻ എന്നിരുന്ന് നോക്കുമ്പോൾ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു പാർട്ടി കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. മറ്റേ പാർട്ടി പരിഗണിച്ചു കാരണം അവർ പറയുന്നത് അവർക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലായിരുന്നു എന്ന രീതിയിലും പറയുന്നുണ്ട്. നമുക്ക് അറിയില്ല അതാണ് പരിഗണിച്ച UDF ആണ്. തീർച്ചയായിട്ടും പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും സമുദായത്തിന് കുറെ കൂടി പരിഗണന വേണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുപാതികമായ പ്രാതിനിധ്യം നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമുക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടല്ലോ, അല്ലാതെ മറ്റാരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഒരു ശൈലിയും നമുക്കില്ല. നമുക്ക് ന്യായമായിട്ട് ഈ സമൂഹത്തിന് ഈ കിട്ടേണ്ട ഒരു പ്രാതിനിധ്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുള്ള അതാണല്ലോ രാഷ്ട്രീയ നയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. എല്ലാവരോടും സമദൂരം എന്ന് പറയുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആണ്, വാല്യൂ ബേസ്ഡ് ആണ് സമദൂരം എന്ന് പറയുന്നത്. ഇതിൽ പൊതുവിൽ ഇപ്പോൾ SNDP NSS പോലുള്ള സമുദായ സംഘടനകൾ തന്നെ ഒരു വിലപേശൽ എന്ന രീതിയിലെല്ലാം തന്നെ അവരുടെ ആവശ്യങ്ങളെ പൊതുസമൂഹം വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് ലത്തീൻ സഭ അല്ലെങ്കിൽ ലത്തീൻ സമുദായം എല്ലാം തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ട്? അത് ഈ സഭയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റ് പക്കാ സമുദായമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സഭയുടെ സ്ട്രക്ചർ വളരെ വ്യത്യാസമുണ്ട്. സഭയുടെ ഈ സമുദായത്തിന്റെ മുകളിൽ സഭയിൽ പിതാക്കന്മാരുണ്ട്. അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയും ഈ ഏത് സമുദായം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മള് ലത്തീൻ കത്തോലിക്ക സമൂഹം എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ സഭയാണ്, അതേസമയം തന്നെ സമുദായമാണ്. സഭയുടെ തലവന്മാര് അത് ഒരു പരിധി വിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമുദായ അംഗങ്ങളെയും അനുവദിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് കാരണം. സ്വഭാവം തന്നെയാണോ ഈ സഭയ്ക്ക് പലപ്പോഴും അർഹമായത് കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ള ഒരു കാരണമായിട്ട്? ഒരു പരിധിവരെ ശരിയാണ്. അങ്ങനെ തീവ്രമായ നിലപാടെടുത്ത് ചോദിച്ചു മേടിക്കുന്ന ഒരു സംഗതി, മാന്യമായി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശൈലി. അപ്പൊ അത് കണ്ടറിഞ്ഞ് ചെയ്യുക. അതല്ലെങ്കിൽ മൃദുവായ രീതിയിലൊക്കെ ഉള്ള ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾ തന്നെ ചെയ്തുള്ളത്. സമയമായെന്ന് തോന്നുന്നുണ്ടോ? ഈ നിലപാട് മാറ്റേണ്ട ഇതില്ല. പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങൾ വരും. ചില പ്രദേശത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ട് സമുദായത്തിനെതിരൊക്കെ നിന്ന് കഴിയുമ്പോൾ ആ സമുദായം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് ഉത്തരം കൊടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ തീർച്ചയായും. ദൂര നിലപാടിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പറയുമ്പോഴും കൂടുതൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ് എന്ന് പറഞ്ഞു വെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഫാദർ ഫ്രാൻസിസ് സേവിയർ താന്നിക്കാപ്പറമ്പിൽ ആണ് പ്രതികരിച്ചതെങ്കിൽ KRLCCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡും പ്രതികരിക്കുകയുണ്ടായി. അതിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.